ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോസൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഒരു മാസത്തിൽ കൂടുതലെന്തോ ആയെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, തിരക്കായിരുന്നു. പിന്നെ രണ്ട് കുട്ടികളുള്ള അമ്മമാർക്ക് ഏകദേശം അറിയാൻ പറ്റും, രണ്ട് പേരെ പഠിപ്പിക്കണം, അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. എക്സാം ടൈം അല്ലേ, എക്സാം ടൈം ആകുമ്പോൾ എല്ലാ പേരൻസും തിരക്കല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. വെക്കേഷനല്ലേ തുടങ്ങുന്നത്, വെക്കേഷൻ ആയാൽ പിന്നെ നല്ല രസമാണല്ലോ. നമ്മുടെ മക്കൾ 2 മാസം നമ്മുടെ കൂടെ കാണും. പിന്നെ എന്താ, പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും സുഖമായിട്ടിരിക്കുന്നു, രാകേഷനും അതേ സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? പിന്നെന്താണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാകുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാം രാവിലത്തെ പരിപാടീസ്, കുളിയും വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ ഇടുകയാണ്. കുറേ നാൾ ചായയൊന്നും കുടിക്കാതൊക്കെ നടന്ന് ഞാൻ പിന്നെയും ചായയൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അരി അടുപ്പത്തിട്ടു. അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം രാജേഷനും ജോലിക്കൊക്കെ പോകണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരിയൊക്കെ ഇട്ട് കേട്ടോ. ഇവിടെ എല്ലാവരും എഴുന്നേറ്റൊക്കെ വരുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. വെട്ടം വീണിട്ടുണ്ട് കേട്ടോ. ഇപ്പം നേരത്തെ വെട്ടം വീഴുമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ അടുക്കളയിലെ പരിപാടിയിലൊക്കെയാണ് ചായ ഇടുന്നതും അങ്ങനെയൊക്കെ. പിന്നെ എന്തുണ്ട്, വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? പിന്നെ നമ്മുടെ പൊന്നുകുട്ടിയുടെ കുമ്പോടം വരുന്നുണ്ട് 2-ാം തീയതി. പൊന്നുകുട്ടി ഇപ്പം 3-ാമത്തെ വർഷം, വാരണാട്ടമ്മയുടെ അനുഗ്രഹത്തോടെ 3-ാമത്തെ വർഷമാണ് പൊന്നുകുട്ടി ഇപ്പം കുമ്പോടം എടുക്കാൻ പോകുന്നത്. 3 വർഷമാണ് ഞാൻ ആഗ്രഹിച്ചതും. പിന്നെ ഇനി 10 വയസ്സായല്ലോ, ഇനിയിപ്പം അങ്ങനെ എടുക്കാനൊന്നും പാടില്ല എന്നും പറയുന്നുണ്ട്. നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ. അപ്പം സാധാരണ നമ്മൾ 10 വയസ്സ് കഴിഞ്ഞാൽ ശബരിമലയിൽ പോവില്ല. പിന്നെ കുമ്പോടം ചിലരൊക്കെ എടുക്കും കേട്ടോ. നമ്മൾ ഈ വാരണാട്ട് അമ്പലത്തിൽ തന്നെ വേറെ ആളുകളൊക്കെ, വലിയ അമ്മമാരൊക്കെ കുമ്പോടം എടുത്ത് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും 3 വർഷം അടുപ്പിച്ച് പൊന്നുകുട്ടീനെ എടുപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. 2 വർഷം ഇപ്പോൾ എടുത്തു. ഈ വർഷവും ദേവിയുടെ അനുഗ്രഹത്താൽ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഉടനെ ഉണ്ട് കേട്ടോ. ഏപ്രിൽ 2-ാം തീയതിയാണ് കുമ്പോടം. അപ്പോൾ അതിൻ്റെ വ്രതവും അതിൻ്റെതായ കാര്യങ്ങളിലൊക്കെയാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും നോണൊന്നും കഴിക്കുന്നില്ല, വ്രതമാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് എല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വ്രതം എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ വ്രതമാണ്. അപ്പോൾ ചായയൊക്കെ ഇട്ട്, എനിക്ക് നൈഷനും ചായയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കണ്ണൻകുട്ടൻ എഴുന്നേറ്റ് വന്നു. പൊന്നുകുട്ടി കുളിക്കാൻ പോയിട്ടുണ്ട്. കണ്ണൻകുട്ടൻ എഴുന്നേറ്റിട്ട് അവൻ്റെതായ കുറേ ഇങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പം ഭയങ്കര കൊഞ്ചലും കുറച്ച് നേരം കളിപ്പാട്ടമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കലൊക്കെയാണ്. സ്കൂളിൽ പോകണ്ടല്ലോ, സ്കൂളിൽ പോകണ്ട എന്നുള്ളത് 2 പേരെ സംബന്ധിച്ചിടത്തോളം വിഷമാണ്. കണ്ണൻകുട്ടൻ അംഗനവാടിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. എന്തോ അവൻ അവിടുത്തെ ആ ഒരു ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നായിരിക്കാം. പക്ഷെ സ്കൂളിൽ പോകാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഫുൾ ഹാപ്പി ആയിട്ടാണ്. സ്കൂൾ അടച്ചപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പൊന്നുകുട്ടിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമായി. കാരണം പൊന്നുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാനാണ് ഏറ്റവും ഇഷ്ടം. വേറെ എവിടെ, നമ്മൾ അമ്പലങ്ങളിലോ വേറെ എവിടെ പോകാനാണെങ്കിലും ഭയങ്കര മടി കാണിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ സ്കൂളിൽ പോവുക, ഫ്രണ്ട്സ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടീച്ചേഴ്സ്, ആൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. കണ്ണൻകുട്ടനും ഇപ്പോൾ ആ ഒരു രീതിയാണ്. പൊന്നുകുട്ടിയെ കണ്ടിട്ടായിരിക്കാം സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു ദിവസം പോലും പോകത്തില്ല എന്നും പറഞ്ഞ് മടി പിടിച്ച് കരയുന്നില്ല 2 പേരും. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. എന്നെ കണ്ടിട്ട് കുറേ നാളായില്ലേ എല്ലാവരും. അപ്പോൾ എന്നെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതലും വോയിസ് ഓവറാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ പണിയൊക്കെ നടക്കുന്ന അതിൻ്റെയൊക്കെ സൗണ്ട് വെളുപ്പിനെ അവർ വരും കേട്ടോ. പണിക്കാർ ഫ്രണ്ടിൽ ഇങ്ങനെ തോടിൻ്റെ പണി നടക്കുക, കല്ല് കെട്ടുന്ന. അപ്പോൾ അവിടെ JCB ഒക്കെ കൊണ്ടുവരുന്ന, അങ്ങനെ ഭയങ്കര പണിയും ബഹളവും തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഞാൻ കൂടുതലും വോയിസ് ഓവറേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ
കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ എല്ലാം റെഡിയൊക്കെ ആയി ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. പൊന്നുകുട്ടീനെയും കണ്ടിട്ട് കുറേ നാളായില്ലേ എല്ലാവരും. പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനെയും കണ്ടിട്ട് കുറേ നാളായി. അങ്ങനെ ഞങ്ങൾ വാരനാട്ട് അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറേ നാളായല്ലേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേരൊക്കെ വിചാരിച്ച് കാണുമല്ലേ, ഓ അവൾ വീഡിയോ ഇടലൊക്കെ നിർത്തി സമാധാനമായെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, ഞാൻ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലൊക്കെ ആയിരുന്നു. കാരണം തിരക്കുകൾ കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇത് മെയിനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നമാണ് ഗേറ്റട. രാവിലെയും വൈകിട്ടും ഒക്കെ ഗേറ്റടയാണ്. ഈ ഗേറ്റടയും കാരണങ്ങളൊക്കെ വന്നേ പിന്നെയാണ് ഞാൻ വീഡിയോ ഇടൽ നിർത്തിയത്. പിന്നെ ഇവരെ രണ്ടുപേരെയും രാവിലെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഒന്ന് ടൗൺ സ്കൂളിലും പിന്നെ ഒന്ന് ഹോളി ഫാമിലി, രണ്ട് ഇതായിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ഈ രാവിലെ ഇവിടെയൊക്കെ കൊണ്ടുവിടലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വീഡിയോയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അല്ലാതെ ഇതിൽ നിന്നൊന്നും കിട്ടാഞ്ഞിട്ടോ ഇതിൽ നിന്നും ഒന്നും നമുക്ക് അതിൽ നിന്നും കിട്ടാഞ്ഞിട്ടോ അതിന് വ്യൂ കൂടാഞ്ഞിട്ടോ ഒന്നും അല്ല കേട്ടോ, സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ നമുക്ക് വീഡിയോസ് എടുത്തു തരാൻ രാജേഷൻ്റെ വർക്കിനും കാര്യങ്ങൾക്കും ഒക്കെ പോകണ്ടേ, എല്ലാം കൂടെ നമുക്ക് നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വാരനാട്ട് അമ്പലത്തിൽ വന്നു, ദേവിക്കൊരു പൂമാലയൊക്കെ വാങ്ങിച്ചു. പിന്നെ അമ്പലത്തിലാകമൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നക്ഷത്രക്കാവെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു സെറ്റപ്പ് വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാ കൊല്ലവും കുമ്പോടത്തിന് വരും, പക്ഷേ ഈ ഒരു ഏരിയയിലോട്ട് ഞങ്ങളങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പൊന്നുകുട്ടിക്ക് വലിയ ആഗ്രഹം ഈ നക്ഷത്രക്കാവിൽ വന്ന് അവളുടെ ചെടിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കണമെന്ന്. അവളുടെ നാളെ തൃക്കേട്ടയാണ് കേട്ടോ, തൃക്കേട്ട. പൊന്നുകുട്ടിയുടെ നാള് തൃക്കേട്ടയാണ്. എൻ്റെയും കണ്ണൻകുട്ടൻ്റെയും നാള് ഭരണിയാണ് കേട്ടോ. ദേവിയുടെയൊക്കെ കൊടുങ്ങല്ലൂർ അമ്മയുടെയൊക്കെ നാളാണെന്ന് തോന്നുന്നു. ദേവിയുടെ നാളാണ് ഭരണി എന്ന് കേട്ടിട്ടുണ്ട്, മീനഭരണി ഇല്ലേ, അതുപോലെ. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഞാൻ ഭയങ്കര ഭക്തിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ആധികാരപരമായി പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, അത്രയൊക്കെ തന്നെ. അങ്ങനെ ഒരുപാട് ഇതായിട്ടൊന്നും പറയാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത് ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നട കേട്ടോ, ഫ്രണ്ട് വശം വാരനാട്ടമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് വാരനാട്ടമ്മ ശരണമെന്നൊക്കെ എഴുതി വെച്ച്. ഇപ്പം മറ്റേ നമുക്ക് ഇതിടണമെങ്കിൽ നേർച്ച ഇടണമെങ്കിൽ ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് നമുക്ക് പൈസ ഇടാമല്ലോ. എല്ലാ അമ്പലങ്ങളിലും ഇപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. ഇനി ഒരു അമ്പലത്തിൽ കൂടെ കയറണം. അവിടെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞങ്ങൾ പോരും കേട്ടോ. നാളെ ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു എൻ്റെ ജീവിതത്തിലെ വലിയൊരു സങ്കടമുള്ളൊരു ദിവസമാണ്. ഒരിക്കലും വിട്ടുമാറാത്ത വലിയൊരു സങ്കടമുള്ള ദിവസമാണ് നാളെ. അപ്പോൾ അതിന് വേറൊരു അമ്പലത്തിലും കൂടെ കയറണം. അതിന് വേണ്ടി വഴിപാട് നടത്താനായിട്ട് ആ അമ്പലത്തിലും കൂടെ കയറണം കേട്ടോ. അങ്ങനെ നമ്മൾ വാരനാട്ട് അമ്മയുടെ കുമ്പോടമൊക്കെ എടുത്ത് വരാൻ അനുഗ്രഹിക്കണേ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ, പൊന്നുകുട്ടീനെ കാത്തോണേ, കണ്ണൻകുട്ടനെ കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നമ്മുടെ ചേർത്തല ടൗണിൽ കൂടെ തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വരുന്ന ചേർത്തല വേളൂർകുട്ട അമ്പലത്തിലാണ് കേട്ടോ. മഹാദേവൻ്റെ അമ്പലമാണ്. ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. മഹാദേവൻ്റെ 2 നടയുള്ള അമ്പലമാണ്. ഇവിടെ വന്നപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ അകത്തൊന്നും അങ്ങനെ കയറിയില്ല കേട്ടോ. ഒരു നട അടച്ചിരിക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് വഴിപാടൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോന്നു. സമയം പോവുമായിരുന്നു കേട്ടോ. രാജേഷനും ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ വന്ന ഉടനെ തന്നെ കുറച്ച് പണിയിലാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കിച്ചണിൽ കയറുന്നത്. അതെൻ്റെ വീഡിയോസ് കാണുന്ന പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. ഞങ്ങൾ ഒരുമിച്ചാണ് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അടുക്കളയിൽ കയറുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. ഷെയർ ചെയ്താണ് ഞങ്ങളിവിടെ പാചക കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ദോശ, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ, പിന്നെ ചെറുപയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ, പിന്നെ കുമ്പളങ്ങ കറി. ഇത് തക്കാളി ചട്നിയാണ്, ദോശയ്ക്കുള്ള തക്കാളി ചട്നി. ഇത് കുമ്പളങ്ങ കൊണ്ട് മോരൊഴിച്ചിട്ടുള്ളൊരു കറിയാണ്. പിന്നെ രാജേഷനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യത്തില്ല ആരും എങ്കിലും കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. വെക്കേഷൻ അല്ലേ,
അപ്പം അതേ കടിഞ്ചായ ഇടുകയാണ് കേട്ടോ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ചായ പരിപാടി ഇച്ചിരി കൂടുന്നുണ്ട്, അത് നിർത്തണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, ഉടനെ നിർത്തുന്നതായിരിക്കും. അപ്പോൾ ദേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.